ഹായ്, എല്ലാവർക്കും ദേവിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടാറ്റ പോവുകയാണേ. മണികണ്ഠനും ഞാനും കൂടെ ഇനി ഞങ്ങൾ അപ്പൂപ്പൻ്റെ അമ്മയും കാണാൻ പോവാം. അതായത് എൻ്റെ വീട്ടിൽ പോവാൻ. ഞങ്ങൾ ഇങ്ങോട്ട് അച്ചച്ചിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഞങ്ങൾ 2 ദിവസം അവിടെ നിൽക്കാനും വേണ്ടി ഞാനും മണികണ്ഠനും കൂടെ പോവാം. ഞങ്ങൾ പോവാൻ ഇറങ്ങിയത്. ഇന്നലെ എന്തോ കാര്യം നോക്കാനും വേണ്ടി കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത്, അപ്പൂപ്പ അവിടെ ഇല്ലായിരുന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അപ്പോൾ ഉടനെ എന്തോ ബാഗിനകത്ത് എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ബുള്ളറ്റിലാണ് പോകാൻ ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ ജംഗ്ഷൻ വരെ പോയി. അവിടെ ചെന്നപ്പോഴത്തെ ഭയങ്കര മഴ അങ്ങ് വീണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരെണ്ണം വന്ന് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ വീട്ടിൽ പോകാൻ ഇറങ്ങുക. അമ്മൂമ്മയ്ക്ക് ടാറ്റ കൊടുത്തത് അടൂർ വരെ കൊണ്ടുപോയിട്ട് പിന്നെ ഞാനും മോനോട് ബസ്സിനാണ് പോകുന്നത്. അപ്പം ബസ് ഇരുന്നിച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ്. ഞങ്ങളെ വിളിക്കാൻ അപ്പൂപ്പൻ വന്നത്. ഞാൻ ബസ് ഇറങ്ങി ഇന്നുകൊണ്ട് ചാച്ചനെ വിളിച്ചു. അപ്പോൾ ചാച്ചൻ ഞങ്ങളെ വിളിക്കാനും വേണ്ടി എൻ്റെ മാമ്മൂട്ടി വന്ന് ഞങ്ങൾ അപ്പൂപ്പൻ ഞങ്ങളെല്ലാവരുടെ സ്കൂട്ടർ ഇങ്ങനെ വരുക. അമ്മൂമ്മയെ കാണാൻ പോവും. അമ്മൂമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും അവിടെ. ഞങ്ങൾ ശിവ അമ്മൂമ്മയെ കാണാൻ പോവാ. നീ ഞങ്ങളുടെ വീടെത്താറായി. എൻ്റെ വീടെത്തി. എൻ്റെ അമ്മൂമ്മ എന്നോട് നിന്ന് പുളി അരിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പുളി അരിയുന്നുണ്ട്. കൊച്ചുമ്മനെ ചാടി വന്ന് എടുക്കാൻ പറ്റാത്തതിന് അമ്മ പെട്ടെന്ന് പുളി അരിഞ്ഞ് മാറ്റുക. നമുക്ക് വീട്ടിൽ തോട്ടുപുളി ഉണ്ട് കേട്ടോ, അത് അരിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ അപ്പൂപ്പൻ ഓ അയ്യപ്പ ജാമി വള്ളിക്ക വന്നു ഇതേതാ ഈ വീട്? ഈ വീടേതാ? ഈ വീടേതാ കണ്ടിട്ടുണ്ടോ? ഓ ഓർമ്മ കിട്ടിയാ? ഏത് വീടാ? ഓട് നോക്കി ഓടൊക്കെ നോക്കിയേ. ഓടെ കണ്ടാ? ഓടെ നോക്കി ഓടെ നോക്കി നോക്കി ഓടെ നോക്കി അറിയാം നോക്കി വേണ്ട നോക്കി അയ്യോ അമ്മള് മുട്ടാണോ? അമ്മള് തക്കരയാണോ? അമ്മൂമ്മ എന്നെ കൊച്ചുമോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൂപ്പനാണെങ്കിൽ ഞങ്ങൾക്ക് പാപ്പം മേടിക്കാൻ പോയി. പാലും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പൂപ്പൻ കടയിൽ പോയി. ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഹാപ്പി ആയോ? അപ്പൂപ്പൻ ഹാപ്പി ആയോ? പോട്ടെ ഹാപ്പി ആയോ? വള്ളിച്ച് വന്നില്ലയോ പോലെ? വാ അയ്യോ മോനൊന്ന് സങ്കടം വരുന്നേ.
ഹാപ്പി ആയോ അപ്പൊ അപ്പൂപ്പനും കൊച്ചുമോനോടെ കള്ളക്കരച്ചിൽ കാര്യം കേട്ടോ. അമ്മോൻ വിഷമിച്ചതിന് അപ്പൂപ്പൻ കള്ളക്കരച്ചിലൊക്കെ കരയുവാന്നേ. കൊച്ചുമോൻ്റെ കണ്ണ് നിറയുന്നതിന് എന്നാ ഞാൻ പറഞ്ഞു ഇത് 2 കള്ളന്മാരുടെ കരയുവാണ്. അപ്പം കൊച്ചുമോൻ എൻ്റെ ചുണ്ട് പൊതുന്നേനാ. അപ്പൂപ്പനും അങ്ങ് സങ്കടം വന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പം കടയിൽ പോയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ കടയിൽ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മയും ഞങ്ങളും 3 പേരോടെ ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ട്. പിന്നെ അപ്പൂപ്പൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ എന്താണ്ട് ചിരിക്കുവോ, അപ്പൂപ്പൻ ഏതാണ്ടൊക്കെ പറയുന്നതിന് ചിരിക്കുവോ അവൻ. കൊച്ചുമോനോട് ദിവസം കുറേ ഇടയ്ക്ക് അവർ 2 പേരുടെ വന്നായിരുന്നു വീട്ടിലോട്ട് 2 വട്ടം. എന്നാലും കൊച്ചുമോനെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ള കഥ പറച്ചില്ല. അവനിങ്ങനെ കാര്യം പറയുന്നത് ഭയങ്കര ഇഷ്ടം ആരെങ്കിലുമൊക്കെ. ഇയാളപ്പോഴത്തെ ചിരിക്കുകയും എന്നെ തിരിച്ചെന്തെങ്കിലുമൊക്കെ കാക്കുളൂ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ചാച്ചൻ പട്ടാണി വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്ന അമ്മ തിന്നുകണ്ട. പിന്നെ ഭയങ്കര ഉച്ച കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. വട്ടം ഇങ്ങനെ കെട്ടിയേക്കുന്നത് ഈ പന്നി ശല്യം ഉണ്ട് ഇവിടെ. ഭയങ്കര പന്നി ശല്യമാണ്. അപ്പം ഇങ്ങനെ കെട്ടാമെങ്കിൽ അത് കയറത്തില്ല. കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര പന്നി ശല്യം. ഇപ്പോൾ പുറകോശം ഇപ്പോൾ കാണിക്കും. അവിടെയൊക്കെ കൃഷി ചെയ്യാം. എല്ലാം പന്നി കയറുന്നതുകൊണ്ട് നമുക്കൊന്നല്ല ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലായിടും പന്നി വന്ന് കിളച്ച് കളയും. വാഴയൊക്കെ നട്ടതൊക്കെ ഓരോരുത്തരുടെ കിളച്ച് കളഞ്ഞു. നമ്മളിങ്ങനെ വട്ടം കെട്ടിയേക്കുന്നതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് കയറത്തില്ല.